ബ്രസീൽ vs അർജന്റീന. ഈ ഒരു ഗെയിമാണ് നമ്മൾ കഴിഞ്ഞ ഏതാനും മാസങ്ങളായിട്ട് കാത്തുകുത്തിരിക്കുന്നത്. ഒരു പക്ഷേ കൂടുതലും ആളുകൾ ആ ഒരു മത്സരം വെയിറ്റ് ചെയ്തിരുന്നത് ലയണൽ മെസ്സി നെയ്മർ ജൂനിയർ തമ്മിലുള്ള ഒരു പോര്. ഉറ്റ സുഹൃത്തുക്കളാണ്. അവർ തമ്മിൽ കളത്തിൽ ഓപ്പോസിറ്റായിട്ട് മത്സരിക്കുന്ന ഒരു ഗെയിം ഫീൽ ചെയ്യാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ അത് കാണാൻ വേണ്ടിയിട്ട് നമ്മൾ ഒരുപാട് വെയിറ്റ് ചെയ്തു. പക്ഷെ അവസാന ഘട്ടത്തിൽ നെയ്മർ ജൂനിയറും പിന്മാറി, ലയണൽ മെസ്സിയും പിന്മാറി. അങ്ങനെ ഒരു ദുഃഖവാർത്ത നമുക്ക് അവസാനം കിട്ടി. അവർ രണ്ടുപേരും ഈ ഒരു ബ്രേക്കിൽ, ഇൻ്റർനാഷണൽ ബ്രേക്കിൽ അവരുടെ ടീമുകൾക്ക് വേണ്ടിയിട്ട് കളിക്കുന്നില്ല എന്നുള്ള ന്യൂസ് വന്നു അല്ലേ. ഇപ്പോഴും അർജന്റീന ബ്രസീൽ മത്സരത്തിന് അതിൻ്റെ മാറ്റ് ഇപ്പോഴും കുറച്ചൊക്കെ ഉണ്ട് എന്ന് തന്നെ വേണമെങ്കിൽ പറയാം. കാരണം ബ്രസീൽ ടീമിൽ മികച്ച താരങ്ങൾ ഓൾറെഡി ഉണ്ട്. വിനീഷ്യസ് റാഫിനെ പോലുള്ള ക്ലബിൽ നിലവിൽ ക്ലബ്ബ് ഫുട്ബോളിൽ അല്ലെങ്കിൽ അടുത്ത ബാലൻ ഡി ഓറൊക്കെ നേടാൻ പ്രാപ്തിയുള്ള താരങ്ങൾ ഓൾറെഡി ബ്രസീലിൻ്റെ മുന്നേറ്റ നിരയിലുണ്ട്. അതുപോലെ തന്നെ അർജന്റീനയിലാണെങ്കിൽ വർഷങ്ങളായിട്ട് ഒരുമിച്ച് കളിക്കുന്ന താരങ്ങൾ സെറ്റായിട്ടുള്ള ഒരു ടീം അർജന്റീനക്കുമുണ്ട്. നല്ലൊരു മികച്ച മത്സരം നമുക്ക് 26-ാം തീയതി പുലർച്ചെ കാണാൻ കഴിയുമെന്ന് തന്നെയാണ് നമ്മൾ വിശ്വസിക്കുന്നത്. ഇപ്പോൾ ഈ ഒരു മത്സരവുമായി ബന്ധപ്പെട്ട് ബ്രസീൽ vs കൊളംബിയ മത്സരത്തിന് ശേഷം അർജന്റീനയ്ക്കെതിരെയുള്ള മത്സരവുമായി ബന്ധപ്പെട്ട് ബ്രസീൽ പരിശീലകനോട് ചോദിച്ച സമയത്ത് അദ്ദേഹം പറഞ്ഞ മറുപടി, അർജന്റീന ഒരു മികച്ച ഒരു ടീമാണ്, അവരെ നേരിടുക എന്നുള്ളത് ബുദ്ധിമുട്ടേറിയ കാര്യമാണ് എന്നാണ് അദ്ദേഹത്തിൻ്റെ മറുപടി. അവർക്ക് മികച്ച ഒരു മധ്യനിരയുണ്ട്. കഴിഞ്ഞ ഏതാനും വർഷങ്ങളായിട്ട് അവർ ഒരുമിച്ച് കളിച്ചു കൊണ്ടിരിക്കുന്നുവെന്നാണ് അദ്ദേഹം പറയുന്നത്. ബ്രസീലാവട്ടെ ഇപ്പോൾ ഇങ്ങനെ ലെവലായി വരുന്നതെന്നുള്ളൂ. കാരണം നമുക്കറിയാം അവിടെ ഇവിടേക്ക് ഒരുപാട് യൂറോപ്പിൽ പല ക്ലബ്ബുകളിൽ കളിക്കുന്ന മികച്ച താരങ്ങൾ ഉണ്ട്. മികച്ച ഒരു ലൈനപ്പ് 1, 2, 3 ലൈനപ്പ് സെറ്റാക്കാനുള്ള പ്രാപ്തിയുള്ള ക്വാളിറ്റിയുള്ള താരങ്ങളുണ്ട് യൂറോപ്പിലെ മികച്ച ലീഗുകളിൽ കളിക്കുന്ന താരങ്ങൾ. പക്ഷേ ടീം ഒരു മികച്ച ഒരു 11 ഇപ്പോഴും സെറ്റായിട്ടില്ല എന്നുള്ളതാണ് ബ്രസീലിൻ്റെ സാഹചര്യം. പക്ഷെ അർജന്റീനക്ക് അങ്ങനെയല്ല. കഴിഞ്ഞ ഏതാനും വർഷങ്ങളായിട്ട് ഒരുമിച്ച് മുന്നേറുന്ന താരങ്ങളാണ്, ഒരുമിച്ച് സെറ്റായ താരങ്ങളാണ്. മാത്രമല്ല കഴിഞ്ഞ ഏതാനും ടൂർണമെൻറ്റുകളിലൊക്കെ ചാമ്പ്യന്മാർ, ഏതാനും നല്ല അവർ കളിച്ച ടൂർണമെൻറ്റിലൊക്കെ അവർ തന്നെ ചാമ്പ്യന്മാർ. കഴിഞ്ഞ 4 ട്രോഫികൾ പഠിപ്പിച്ചെടുത്തല്ല, ഒരു വേൾഡ് കപ്പ്, 2 കോപ്പ അമേരിക്ക, ഒരു ഫൈനലിസമാണ്. അപ്പോൾ എല്ലാം കൊണ്ടും മികച്ച ടീമാണ് അർജന്റീന. അവരെ നേരിടുക എന്ന പ്രയാസമേറിയ കാര്യമാണ് എന്നാണ് ബ്രസീൽ പരിശീലകൻ്റെ കാഴ്ചപ്പാട്. ഏതായാലും നല്ലൊരു ഗെയിം, നമുക്ക് നല്ലൊരു വീറും വാശിയും ഏറിയൊരു ഗെയിമും നമുക്ക് കാണാൻ കഴിയുമെന്ന് തന്നെ പ്രതീക്ഷിക്കാം. ബ്രസീൽ vs അർജന്റീന മത്സരം ഇനിയിപ്പോൾ നെയ്മർ ഉണ്ടെങ്കിലും മെസ്സി ഉണ്ടെങ്കിലൊക്കെ എന്നൊരു യുദ്ധവൈരികളാണല്ലോ ഫാൻസിൻ്റെ ഇടയിൽ അല്ലേ. ചർച്ചകൾ, ട്രോളുകൾ, കളിയാക്കലുകൾ, അങ്ങനെ ഫാൻസിൻ്റെ ഇടയിൽ നമ്മുടെ സുഹൃത്തുക്കൾക്കിടയിലൊക്കെ ഭയങ്കര ഒരു വാശിയാണല്ലോ. അത്ര വാശിയുള്ള ഒരു മത്സരം നമുക്ക് ഇനി കാണാൻ കഴിയുമെന്ന് തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം. കാത്തിരിക്കാൻ നമുക്ക് ആ ഒരു മത്സരത്തിൻ്റെ ഫൈനൽ വിസിൽ ഊതുന്നത് വരെ അല്ലേ.